എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേനൽക്കാലമായാൽ എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും കടകളിൽ നിന്നും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കുടിക്കുന്ന പതിവുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് രുചികരമായ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാലിൽ നിന്ന് 1/4 കപ്പ് പാല് നമുക്ക് മാറ്റിയെടുക്കാം. 1/4 കപ്പ് പാല് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് കലക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒട്ടും കട്ട കെട്ടരുത്, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കാവുന്നതാണ്. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കസ്റ്റാർഡ് കലക്കിയത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് സേമിയ തിളപ്പിച്ചെടുക്കണം. അതിന് ഞാനിവിടെ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. റോസ്റ്റഡ് സേമിയാണ്. അതൊന്ന് വേവിച്ചെടുക്കണം. സേമിയ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് അരിച്ചെടുക്കണം. കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. പഴം, മാതള നാരങ്ങ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അവസാനം ചേർക്കുന്നത് സേമിയാണ്. നമ്മൾ വേവിച്ച് വെച്ച സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചിയാണ്. സേമിയ കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇരട്ടി രുചിയായിട്ട് വരും.